കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഇൻക്വസ്റ്റ് നടപടികൾ ഇന്ന് നടക്കുമെന്നാണ് പറയുന്നത്. ചാണറയിൽ അശോകനാണ് ഇന്നലെ വെട്ടേറ്റ് മരിച്ചത്. സംഭവത്തിൽ മകൻ സുധീഷ് കസ്റ്റഡിയിലായി. ലഹരിക്കടിമയായ സുധീഷ് മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണെന്ന് പോലീസ്. ദീപക് തർമ്മണം ചേരുന്നു കോഴിക്കോട് നിന്ന് തത്സമയം. ഗുഡ് മോർണിംഗ് ദീപക്, വൈക്കത്തേക്ക് താങ്കൾക്ക് സ്വാഗതം. പറയൂ, എന്താണ് ഉണ്ടായത്? ലഹരിക്കെതിരെ നമ്മൾ സന്ധിയില്ലാത്തൊരു പോരാട്ടം നടത്താൻ തീരുമാനിച്ചപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ വരികയാണ്. പറയൂ ദീപക്. SKN GK ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലഹരിക്കടിമയായി സ്വന്തം പിതാവിനെ വീട്ടിൽ കുത്തിക്കൊലപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ബാലുശ്ശേരി പോലീസ് പ്രതിയെ അപ്പോൾ തന്നെ പിടികൂടി. അതായത് ഈ ചാണവയൽ അശോകനാണ്. സ്വന്തം അച്ഛൻ വെട്ടേറ്റ് മരിച്ചിട്ട് പ്രദേശത്തെ വീട്ടിലെ വെളിച്ചം കാണാതെ നാട്ടുകാർ പരിശോധിക്കുമ്പോഴാണ് ഈ മകൻ കൊലപ്പെടുത്തിയ നിലയിൽ കാണുന്നത്. അതായത് വീട്ടിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് മകൻ അച്ഛനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഈ മകൻ്റെ ലഹരിയെ കഴിഞ്ഞ ദിവസവും അച്ഛൻ ചോദ്യം ചെയ്തിരുന്നു. ഇന്നലെയും രാവിലെ ചില വഴക്ക് വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഈ മകൻ സുധീഷ് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തൊരു ക്രൂരത, ഈ ലഹരിക്ക് അടിമയാകുമ്പോൾ എത്രമാത്രം മനുഷ്യൻ മൃഗമായി മാറുന്നു, ക്രൂരനായി മാറുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് SKN ഈ കൊലപാതകം. പക്ഷേ ഈ കൊലപാതകം നടത്ത് ഒട്ടും കുറ്റബോധമില്ലാതെ ആക്രോശിക്കുന്ന മകനെയാണ് പോലീസ് കണ്ടത്. മകൻ സുധീഷിനെ ബാലുശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇന്ന് കാലത്ത് ഇൻക്വസ്റ്റ് നടപടി കഴിയും. ഇൻക്വസ്റ്റ് നടപടി കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകും. വൈകിട്ടോടുകൂടി മൃതദേഹം, ഈ ബാലുശ്ശേരിയിലെ അശോകൻ്റെ മൃതദേഹം വിട്ടു നൽകും. SKN ഒരു കാര്യം ഈ യാത്രാവേളയിൽ നമുക്ക് ഓർമ്മിപ്പിക്കാം. ഈ ലഹരിക്കെതിരായ പോരാട്ടം എത്രമാത്രം അനിവാര്യമാണ് എന്നുള്ളതാണ്. സ്വന്തം അച്ഛനെ ലഹരിയുടെ ക്രൂരത എത്രമാത്രം മൃഗീയമായി നടന്നു എന്നുള്ളതാണ് നമ്മൾ ഈ അശോകൻ്റെ കൊലപാതകത്തിൽ സുധീഷ് മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ ഈ സംഭവത്തിലൂടെയും വ്യക്തമാകുന്നത്. SKN.